ചോദിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്നുണ്ട്, അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിയോ എന്ന്. അതിന് പ്രധാനപ്പെട്ട കാരണം, അങ്ങനെ വാർത്തകൾ പലതും ഇപ്പോൾ വരുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്, പക്ഷേ അതിന്റെ ഡീപ്പായിട്ടുള്ള ഒരു ഡീകോഡിങ്ങിലേക്ക് നമുക്കിപ്പോൾ കടക്കണമെന്നുണ്ട്. റഷ്യയുടെ ഇന്ത്യക്ക് 70% എണ്ണ തരുന്ന 2 എണ്ണ കമ്പനി, റോസ് നിഫ്റ്റി അടക്കമുള്ള എണ്ണ കമ്പനികളുമായിട്ട് അമേരിക്ക വലിയ സംഘർഷത്തിൽ ഏർപ്പെടുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ അവിടെ നിന്നും വരുന്ന എണ്ണ ഇറക്കുമതി കുറയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ഇന്ത്യക്ക് വേറെ വഴികൾ തുറക്കേണ്ടി വരും. പക്ഷേ ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്ത മാസം ഡിസംബറോടുകൂടി റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന എണ്ണ വെട്ടിച്ചുരുക്കാനായിട്ട് നമ്മുടെ രാജ്യം ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ്ങിനെ കണ്ടതിന് ശേഷം പറഞ്ഞത്, ഷീ ജിൻപിങ് എന്നെ കണ്ട് കഴിഞ്ഞ ശേഷം കിടുകിടാ വറച്ചു എന്നാണ് പറഞ്ഞത്. ഷീ ജിൻപിങ് മാത്രമല്ല, ഷീ ജിൻപിങ്ങിന്റെ അടുത്തിരിക്കുന്ന ആൾക്കാരും കിടുകിടാ വറച്ചു എന്ന് പറയുന്നു. എന്നിട്ട് ട്രംപ് പറഞ്ഞു, ആ മന്ത്രിസഭ കണ്ടുപഠിക്കൂ, ആ മന്ത്രിസഭയിൽ ആൾക്കാർ കണ്ടില്ലേ, അവർ വിറയ്ക്കുന്നത് കണ്ടില്ലേ, അതുപോലെ എന്റെ മന്ത്രിസഭയിൽ ആൾക്കാരും ആകണം എന്നാണ് എന്റെ ആഗ്രഹം എന്നെ കാണുമ്പോൾ എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വരാൻ ഒരുങ്ങുകയാണ് എന്നുള്ളൊരു റിപ്പോർട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വരാൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ട് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ 8 വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ളൊരു പുതിയ കണക്ക് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് പറയുന്നത് നരേന്ദ്രമോദി ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് ഓപ്പറേഷൻ സിന്ദൂർ നരേന്ദ്രമോദി നിർത്താനായിട്ട് നരേന്ദ്രമോദിക്ക് സമ്മർദ്ദം ചെലുത്തിയത് ഞാനാണെന്നും അത് ഈ എണ്ണ കമ്പനികളിൽ താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറയുന്നത് കൊണ്ട് പാകിസ്ഥാനെ ഞാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു, നിങ്ങൾക്ക് വലിയ താരിഫ് അടിച്ചു തരുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു, അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പെട്ടെന്ന് ഭയന്ന് വെടിനിർത്തലിന് തയ്യാറായതെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അപ്പൊ നമ്മുടെ ആംഗിൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇന്ത്യ വെട്ടിക്കുറയ്ക്കാനുള്ള ആ ഒരു ശ്രമം നടത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണോ, അല്ലെങ്കിൽ ഇന്ത്യക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ അതിന് പിന്നിലുണ്ടോ? എന്താ തോന്നുന്നു? ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ശ്രീ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ എണ്ണ കുറച്ചു തുടങ്ങി വാങ്ങുന്നതെന്നാണ്. ഈ നമ്മുടെ വാക്കുകൾക്ക് മലയാള വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ചു എന്നും കുറഞ്ഞു എന്നും പറഞ്ഞാൽ രണ്ടർത്ഥമാണ്. അപ്പോൾ കുറച്ചു എന്ന് പറയുന്നതും കുറച്ചു എന്ന് പറയുമ്പോൾ അത് ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്യുന്ന ഒന്നായിട്ടാണ് ഞാൻ കരുതുന്നത്. തെറ്റുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് തിരുത്താം. കാരണം മലയാളത്തിലൊക്കെ അത്യാവശ്യം നല്ല പാണ്ഡിത്യമുള്ളവരൊക്കെ നമ്മുടെ പ്രേക്ഷകരായിട്ടുണ്ട്. മുമ്പ് എന്നെ പഠിപ്പിച്ച മലയാള അധ്യാപകനൊക്കെ നമ്മുടെ പ്രേക്ഷകരായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പറയാം, അങ്ങനല്ല അത് പറയണ്ടേ, നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഈ കുറഞ്ഞു എന്നുള്ളത്, ഇനി കുറഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ് കുറച്ചതും കുറഞ്ഞതും. ഇവിടെ ഇന്ത്യയും ചൈനയും, ഇന്നലെ ഉള്ള ഒരു വലിയ വാർത്ത, ഇന്ത്യയും ചൈനയും ഈ എണ്ണ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് കുറച്ചിരിക്കുന്നു. ഇപ്പൊ അത് ചില മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്നത് ആ എണ്ണയുടെ വരവ് കുറഞ്ഞിരിക്കുന്നു, ചില ഈ ട്രംപ് അനുകൂല മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്നത് കുറച്ചിരിക്കുന്നു. ഇതാണ് നമ്മൾ വ്യത്യാസം. ഓക്കെ, അപ്പോ ഇത് എന്ത് തന്നെ ആയാലും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം അത് കുറഞ്ഞതാണ്, കുറച്ചതല്ല. അതായത് ഇന്ത്യയും ചൈനയും ആ എണ്ണ വാങ്ങുന്നത് കുറച്ചതല്ല, ഓട്ടോമാറ്റിക്കലി കുറഞ്ഞതാണ്. കാരണം ഈ റോസ് നിഫ്റ്റും അതുപോലെ തന്നെയുള്ള വൻകിട കമ്പനികൾക്കെല്ലാം തന്നെ ഈ ഉപരോധം ഏർപ്പെടുത്തിയത് മൂലം ഇങ്ങോട്ടേക്ക് അവർക്ക് ആ എണ്ണ എത്തിക്കാൻ കഴിയുന്നില്ല. ഇതേ സമയം തന്നെ ഇന്ത്യയും റഷ്യയും ചേർന്നൊരു വലിയ നീക്കമാണ് നടത്തിയിരിക്കുന്നത്. ആ നീക്കത്തിൽ ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. അതായത് ക്രൂഡ് ഓയിലിന്റെ കാളും ഇരട്ടിയായിട്ട് നമ്മൾ മറ്റൊരു ഓയിൽ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളൊരു വലിയ വാർത്തയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഒരു വലിയൊരു ഓപ്പറേഷൻ എന്ന് തന്നെ നമുക്ക് അതിനെ പറയേണ്ടി വരും. കാരണം ഇതിനെ നമുക്ക് തടയിടുക അല്പം പ്രയാസകരമാണ്. ഇതിനകത്ത് ട്രംപിന് അല്പം ഞെട്ടലുണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണിത്. ട്രംപിന് മാത്രമല്ല, മറ്റു പല രാജ്യങ്ങൾക്കും. കാരണം നമ്മൾ റഷ്യയിൽ നിന്ന് വൻതോതിൽ ഭക്ഷ്യ എണ്ണ ഇറക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാർത്ത. കാരണം നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് 60% ഭക്ഷ്യ എണ്ണയും ഇറക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ, അതായത് അതിൽ 30% ഭക്ഷ്യ എണ്ണ എന്ന് പറഞ്ഞ പാമോയിലാണ്. രണ്ടാമത്തേത് ഈ ബാക്കിയുള്ള 30%-ൽ കൂടുതലും നമ്മൾ സൂര്യകാന്തി ഓയിലും ഒപ്പം തന്നെ ഈ സോയാബീൻ ഓയിലും ഇറക്കുന്നുണ്ട്. പക്ഷേ ഈ ഉക്രൈനാണ് ലോകത്തിലെ 1-ാം നമ്പർ സൂര്യകാന്തി ഫ്ലവറിന്റെ ആ സൂര്യകാന്തി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം. 2-ാം സ്ഥാനം റഷ്യയാണ്. ഈ റഷ്യ ഉക്രൈനിൽ കനത്ത ആക്രമണം നടത്തുകയും കരിങ്കടലിലെ അവരുടെ ട്രാൻസ്പോർട്ടിംഗ് ശൃംഖല, ഉക്രൈനിന്റെ ട്രാൻസ്പോർട്ടിംഗ് ശൃംഖല തകർക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഉക്രൈൻ ഇത് പുറത്തേക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് റഷ്യക്ക് എണ്ണ നമുക്ക് തരാൻ കഴിയാത്തത്, ക്രൂഡ് ഓയിൽ തരാൻ കഴിയാത്തത്? അത് ഉപരോധം മൂലം അവർക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയുന്നില്ല. ഇതിന് സമാനമായി മറ്റൊരു രീതിയിൽ ഈ കരിങ്കടലിൽ നടത്തിയിട്ടുള്ള ഒരു വലിയ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് ആ റൂട്ട് ക്ലോസ് ആയിപ്പോയി. ഇവരിപ്പോൾ ചെയ്യുന്ന, ഉക്രൈൻ ഇപ്പോൾ ആകെ ഒരു ട്രേഡിംഗ് നടത്തുന്നത് യൂറോപ്പിലേക്ക് കരമാർഗമാണ്. അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്.
ഇന്ത്യയിലേക്ക് കരമാർഗം ഇത് എത്തിക്കുക പ്രയാസകരമാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഭക്ഷ്യ എണ്ണയ്ക്ക് ഭയങ്കരമായി മറ്റ് ലോകരാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് റോഡ് മാർഗം വന്നാൽ മുതലാകത്തില്ല. അതെല്ലാം കൃത്യമായിട്ട് അത് നടക്കുന്നത്. യൂറോപ്യൻ കൺട്രീസിൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ എത്തിക്കാൻ ഇത് പറ്റും. എല്ലാ കൺട്രീസിലും എത്തിക്കാൻ പറ്റുമോ എന്നും അറിയില്ല. കാരണം ഇത് അവരോട് ചേർന്ന് കിടക്കുന്ന പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങളുണ്ട്, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളുണ്ട്, ഫ്രാൻസ് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ ഉക്രൈനിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന ആ എണ്ണ, ഭക്ഷ്യ എണ്ണ, അതെല്ലാം നമ്മളിപ്പോൾ നേരെ റഷ്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതായത് അതിന്റെ കണക്ക് പറയുമ്പോഴാണ് അതിന്റെ കറക്റ്റ് കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. 2021 അന്നാണല്ലോ, 22-ലാണല്ലോ ഒരു യുദ്ധം തുടങ്ങുന്നത്. 21 നമ്മൾ റഷ്യയുടെ കേവലം നമ്മുടെ മൊത്തം വാങ്ങലിന്റെ അതിൽ 60% ഭക്ഷ്യ എണ്ണ ഇറക്കുമ്പോൾ അതിൽ കേവലം 10% മാത്രമായിരുന്നു റഷ്യയിൽ നിന്ന് നമ്മൾ ഈ സൂര്യകാന്തി ഓയിൽ ഇറക്കാൻ തുടങ്ങിയത്. അത് ഏതാണ്ട് 175 ടൺ എണ്ണയാണ് 2021 നമ്മൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. എന്നാൽ 2024 ആയപ്പോഴേക്കും അത് 2,10,000 ടണ്ണായി മാറി. ആ വർധനവ് നോക്കണം, ചെറിയ വർധനവല്ല അത്. അതായത് 2,10,000 ദശലക്ഷം ടണ്ണ്. മറ്റേത് ലക്ഷമായതെങ്കിൽ ഇതിപ്പോ ദശലക്ഷം ടണ്ണിലേക്ക് എത്തിയിരിക്കുന്നു. 56% നമ്മൾ സൂര്യകാന്തി ഫ്ലവർ ഓയിൽ ഇപ്പൊ വാങ്ങുന്നത് റഷ്യയുടെ കയ്യിൽ നിന്നാണ്. ഇത് ഇവിടെ പിന്നെയും ഒരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട്. കാരണം റഷ്യൻ എണ്ണ വളരെ വില കുറച്ച് നമുക്ക് തന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ഈ പാം ഓയിലിന്റെ വിലയേക്കാളും താഴെ സൂര്യകാന്തി ഓയിൽ കിട്ടുന്നു എന്ന് വന്നു കഴിഞ്ഞപ്പോൾ പാം ഓയിലിനും ഡൗൺ ആയി തുടങ്ങി. അങ്ങനെയാണല്ലോ നമ്മുടെ ആളുകള്, സ്വാഭാവികമാണ്. ഇപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളൊക്കെ വെളിച്ചെണ്ണ പൂർണ്ണമായും ഉപയോഗിക്കാത്തത്? അതിന്റെ വില ഉള്ളത് കൊണ്ടാണ് നമ്മൾ പാം ഓയിലിലേക്ക് തിരിയുന്നത്, അല്ലേ? അപ്പൊ പാം ഓയിലിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഈ സൂര്യകാന്തി ഓയിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഇപ്പൊ കൂടുതൽ ബൂമിങ് ആക്കിയിരിക്കുന്നത്. കൂടുതൽ എണ്ണ, അപ്പൊ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതോറും കൂടുതൽ ഡിസ്കൗണ്ട് റഷ്യ തരാൻ തയ്യാറാകുകയാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇപ്പൊ നിലവിലെ ഏറ്റവും വലിയ ഒരു പാർട്ണറാണ് ഇന്ത്യ. കാരണം ഉക്രൈനിൽ നിന്ന് ഇപ്പൊ വരുന്നില്ല, അപ്പോഴെന്ത് പറ്റുന്നു? ഇവിടെ വരും. ഇവിടെയും വേണമെങ്കിൽ ഇന്ത്യക്ക് ഈ എണ്ണ ഇവിടെ വെച്ച് തന്നെ റിഫൈൻ ചെയ്തിട്ട് മറ്റു യൂറോപ്യൻ കൺട്രീസിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ കയറ്റി വിടാൻ എളുപ്പമാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന മെയിൻ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനും വാങ്ങുന്നു, കൂടുതൽ വാങ്ങിയിട്ട് നമ്മൾ ഇവിടുന്ന് പ്യൂരിഫൈ ചെയ്ത് പല ഉൽപ്പന്നങ്ങളാക്കി പലയിടത്തേക്ക് കയറ്റി വിടും. ഇതാണ് ട്രംപിനെ ചൊടിപ്പിക്കുന്ന ഒരു പ്രധാന പ്രശ്നം. ട്രംപ് പറയുന്നുണ്ട്, നീയൊക്കെ എണ്ണ വാങ്ങിച്ചു ഞങ്ങൾക്ക് തന്നെ വിറ്റ് നീയൊക്കെ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അത് അദ്ദേഹം പേര് സഹിതമാണ് പറയുന്നത്. ഇന്ന റിഫൈനറികളും ഇന്ന മുതലാളിമാരും കോടീശ്വരന്മാരും ആകുകയാണ് എണ്ണ വിറ്റ്. അത് ഞങ്ങൾക്ക് പോലും അമ്മ എണ്ണ വിറ്റിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. ഇതും ഈ പണി തന്നെയാണ് ഇവിടെയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ സൂര്യകാന്തി ഓയിലിന്റെ ഉത്പാദനം ഇന്ത്യയിൽ ഇപ്പൊ 5% ഉള്ളൂ. കാരണം മറ്റ് പാം ഓയിലും അതുപോലെ തന്നെ സോയാബീന്റെയും ഒക്കെ ഒരു ബൂമിങ് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി ഇതിന്റെ മാർക്കറ്റ് ഡൗൺ ആകുകയും ഈ സൂര്യകാന്തി കൃഷി ചെയ്യാനായിട്ട് ആളുകൾ വലിയ താല്പര്യം പ്രകടിപ്പിക്കാത്തത് 5% ഉള്ളൂ നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ സൂര്യകാന്തി ഓയിലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇഷ്ടപ്പെടാൻ കാരണം 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന കണ്ടന്റ് ഈ സൂര്യകാന്തി ഓയിലിൽ കുറവാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ സൂര്യകാന്തി ഓയിലിന് രുചിയോ മണമോ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ കുക്ക് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് സാധനമാണോ കുക്ക് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ ഒരു ഫ്ലേവറും തനിമയും എന്താണ് പറയുന്നത് ചോരാതെ തന്നെ നമുക്ക് കിട്ടും. നമുക്കറിയാം, ഈ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ഉണ്ടാക്കുന്ന ഫ്ലേവറിന്റെ മറ്റൊരു ടൈപ്പ് സാധനമായിരിക്കും വരുന്നത്. നമ്മളൊക്കെ സ്വാഭാവികം നമ്മുടെ വീടുകളിൽ അങ്ങനെയാണല്ലോ. അത് പാം ഓയിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോഴേ പറയും പാം ഓയിലാണല്ലേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. കാരണം അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഇതിന് അങ്ങനെയുള്ള മണമില്ല, രുചിയില്ല. കാരണം ഓയിൽ ഉപയോഗിക്കാതെ മിക്കവാറും ഇന്ത്യയിൽ കുക്കിംഗ് അസാധ്യവുമാണ് പല കാര്യങ്ങൾക്കും. അപ്പം ഇതിനിത് ഉപയോഗിക്കും. ഒപ്പം തന്നെ ഈ ബേക്കറി ഐറ്റംസ് അവരെ സംബന്ധിച്ചാണ് ഇത് കുറച്ചുകൂടി ഗുണപ്രദമായിട്ട് മാറുന്നത് ബേക്കറി ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച്. കാരണം അവർക്ക് ആ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന്റെ ആ കറക്റ്റ് ഒരു എന്താ അതിന് പറയുന്നത് ആ ഒരു ഫ്ലേവറിൽ ഇവർക്കത്, ഫ്ലേവറിൽ മാത്രമല്ല ആ രുചിയിലും ഇവർക്കത് കൊടുക്കാൻ കഴിയുന്നു. പിന്നെ പാം ഓയിലിനേക്കാൾ റേറ്റും കുറവാണ്. അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ബൂമിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കയറ്റുമതി ഇപ്പൊ ഈ വലിയ രീതിയിൽ തന്നെ റഷ്യയിൽ നിന്ന് കയറ്റുമതി ഇതിനെതിരെ ട്രംപിനോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും പറയാൻ കഴിയുമെന്ന് കരുതുന്നില്ല. കാരണം ഇത് നമ്മുടെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കാരണം ഇതിനകത്ത് ഇനി ഏതിനും നിരോധനം ഏർപ്പെടുത്താൻ പറ്റും. കാരണം ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻസ് ആയിട്ടുള്ള 2 രാജ്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഉക്രൈൻ, മറ്റൊന്ന് റഷ്യ. ഇവിടെ നിന്നല്ലാതെ വേറെ എവിടുന്നും എടുക്കാം. പിന്നെ ഇവിടെ ട്രംപിന് മറ്റൊരു ചൊറിച്ചിൽ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഈ സോയാബീൻ കെട്ടിക്കിടക്കുമ്പോൾ ഇന്ത്യ സോയാബീൻ ഓയിൽ നമ്മൾ വാങ്ങുന്നുണ്ട്. അതാണ് ഈ നരേന്ദ്രമോദി പറഞ്ഞില്ലേ, സോയാബീൻ
ഇറക്കുമതിക്ക് ഞങ്ങൾ സഹായിക്കാമെന്ന്. ഇന്ത്യയിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് സോയാബീൻ ഓയിൽ. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ആ സോയാബീൻ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് നിങ്ങൾക്കും കൂടെ കുറച്ച് പങ്ക് തരാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കൈകടത്തുന്നു എന്ന് പറയത്തില്ലേ, അവിടെ ഈ സോയാബീന്റെ കഥ നമ്മൾ പറഞ്ഞില്ല, ചോളവും സോയാബീനൊക്കെ. പക്ഷെ സോയാബീൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അതിൽ സോയാബീൻ ഓയിൽ നമ്മുടെ രാജ്യം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിന്റെ അപ്പൊ അത് എടുക്കണമെന്ന് പറഞ്ഞ് വീണ്ടും ഈ ട്രംപിന് പ്രഷർ ചെലുത്താൻ പറ്റും. ഒരുപക്ഷെ ഇന്ത്യ എടുക്കാനും തയ്യാറാകും. കാരണം ചൈന സോയാബീൻ എണ്ണ എടുക്കുന്നില്ലെന്ന് പറഞ്ഞതോടുകൂടി അവിടെ വലിയ പ്രശ്നമാണല്ലോ സോയാബീൻ കർഷകർ അമേരിക്കയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വിഷയമാണ്. അപ്പം റഷ്യയുടെ കയ്യിൽ നിന്നുള്ള ഈ ഒരു എനിക്ക് തോന്നുന്നു ക്രൂഡ് ഓയിലിന്റെ ആ ഒരു വരവ് കുറഞ്ഞതിന് പിന്നാലെ നമ്മൾ അനവധി കരാറുകളാണ് അവരുമായി ഒപ്പിട്ടിരിക്കുന്നത്. ഒന്ന് നമ്മുടെ യാത്രാവിമാനം ഇന്ത്യയിൽ വെച്ച് നിർമ്മിക്കുന്ന ഒരു കരാറ്. ഇന്നലെ റഷ്യയുടെ മറ്റൊരു കരാർ ഉണ്ടായിരുന്നു. അവരുടെ ഒരു പുതിയ തരം അറ്റാക്ക് ചെയ്യപ്പെടുന്ന മിസൈൽ, അതിന് അവർ വെച്ചിരിക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ 300 മിസൈലുകൾ വാങ്ങാമെങ്കിൽ അതിന്റെ പ്രൊഡക്ഷനും ബ്ലൂ പ്രിന്റും അടക്കം ഇന്ത്യക്ക് നൽകാമെന്നാണ്. അതായത് അവർക്ക് 300 മിസൈൽ മാത്രം വാങ്ങിയാൽ മതി. കാരണം അവരുടെ ഒരു തവണ തന്നെ അവർക്ക് ആ ഒറ്റ കച്ചവടം അവർക്ക്, ബാക്കി രണ്ടാമത്തെ ഇന്ത്യ തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയും കൂടി 2 ദിവസത്തിനുള്ളിൽ, അതായത് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്ത് നടക്കുകയുണ്ടായി. അതിലൊന്ന്, ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി നമ്മുടെ എസ് ജയശങ്കറിനെ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. ഈ വർഷ അവസാനം, എനിക്ക് തോന്നുന്നു ഡിസംബറിൽ തന്നെ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിൽ എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളൊരു വമ്പൻ കരാർ ഇസ്രായേലുമായിട്ട് സൈൻ ചെയ്യാൻ പോകുന്നു. ഒപ്പം തന്നെ ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത രാജ്യമാണ് ഇന്ത്യ. കാരണം ഒക്ടോബർ 7-ന് ഞങ്ങളുടെ അവിടെ ആ ഭീകരാക്രമണം നടന്നപ്പോൾ ലോകത്ത് ഒരേ ഒരു ലോക നേതാവ് ഞങ്ങളെ വിളിച്ചിട്ടുള്ളൂ, അത് ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത് മാത്രവുമല്ല, ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു നല്ല ഷെയർ ഇന്ത്യയിൽ മുടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട്. ഇന്ത്യ ഒരു വിശ്വസ്ത രാജ്യമാണ്, ലോകത്തെ ഒരു വിശ്വസ്തമായ ബ്രാൻഡാണ് ഇന്ത്യ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇനി ഒരു വലിയ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഈ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ അവർ വലിയ മൂലധന നിക്ഷേപം നടത്തിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, മിഡിൽ ഈസ്റ്റിലെ പല ക്രൂഡ് ഓയിൽ റിഫൈനറീസിലും ജൂതന്മാരുടെ പൈസ വലിയ രീതിയിൽ തന്നെ അതിൽ മുടക്കിയിട്ടുണ്ട്, പല പേരുകളിലും മറ്റുമൊക്കെ ആയിട്ട്. അവരിപ്പോൾ ഇന്ത്യയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, നാളെ ഒരു സമയത്ത് അമേരിക്കയിലെ ഒരു ക്രൈസിസ് ഉണ്ടായാലും അവരുടെ ഇസ്രായേലിനെ കണക്കുള്ള രാജ്യത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇന്ത്യ പോലെ വിശ്വസ്തമായ ഒരു രാജ്യത്തേക്ക് അവർ കുറച്ചുകൂടെ ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകണം. നിലവിൽ നമ്മൾ അവരുടെ ആയുധങ്ങളും മറ്റുമൊക്കെ നിർമ്മിക്കുന്നുണ്ടെങ്കിലും വലിയ ഒരു ഹ്യൂജ് കരാറാണ് നമ്മൾ ഒപ്പുവെക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു വാർത്തയാണ്. ഇത് രണ്ടും ഒരു ഭാഗത്ത് നടക്കുന്നു. വ്ളാഡിമിർ പുടിൻ ഈ ഡിസംബറിൽ വരുന്നു. ഇന്നിപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെതായി വന്നൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ അടുത്ത വർഷം ആദ്യം വരും, മോദി മിടുക്കനായ ഒരു സുഹൃത്താണ്, എൻ്റെ ഏറ്റവും അടുത്ത ചങ്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളി. വീണ്ടും ഞാൻ വരുന്നുണ്ട്, അടുത്ത വർഷം ആദ്യം വരുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ മാസം ഒടുക്കത്തോടു കൂടി നമ്മുടെ വ്യാപാര കരാർ, അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിന്റെ ഒരു കരട് വരും. അതിനകത്ത് ചിലപ്പോൾ അമേരിക്കയ്ക്ക് കുറച്ചുകൂടെ താല്പര്യം ജനിക്കുന്ന ആകെ ഉള്ളൊരു ഓഫർ എന്ന് പറഞ്ഞാൽ ഈ സോയാബീൻ എണ്ണയാണ്. ഞാനിപ്പോൾ പറഞ്ഞ എണ്ണ, നമ്മൾ ഓൾറെഡി അത് ഇറക്കുമതി ചെയ്യുന്നൊരു എണ്ണയാണ്. അത് ചിലപ്പം ഇവിടെ നിൽക്കും. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. സൂര്യകാന്തി എണ്ണ വാങ്ങരുതെന്ന് പറയാൻ കഴിയില്ല. അത് ജനങ്ങളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. മറ്റൊന്ന്, ഈ സൂര്യകാന്തി എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ് ആണ്. അങ്ങോട്ടേക്കാണ് ഈ എണ്ണ കൂടുതൽ പോകുന്നത്. അവർ ഈ വെളിച്ചെണ്ണ ഒന്നും വാങ്ങി ഉപയോഗിക്കത്തില്ലല്ലോ, പാം ഓയിലൊന്നും. അവരാണ് ഈ സൺഫ്ലവർ ഓയിൽ കൂടുതൽ യൂറോപ്യൻ കൺട്രീസിലാണ് പോകുന്നത്. അത് യുക്രൈനിൽ നിന്നായിരുന്നു പോയത്. അവർക്കും ഇപ്പൊ നഷ്ടമാണ്. യുക്രൈനിൽ നിന്ന് റോഡ് മാർഗമൊക്കെ എത്തുന്ന വലിയ പൈസ ചെലവുണ്ട്. അപ്പൊ ഇന്ത്യ വാങ്ങി ഇന്ത്യയിൽ നിന്ന് അത് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യ പിന്നെയും ഒരു കച്ചവടക്കാരനായി. അക്ഷരാർത്ഥത്തില് നമ്മുടെ രാജ്യം ഇപ്പോൾ, മുമ്പ് നമ്മുടെ രാജ്യം ഈ സാധനങ്ങൾ ഇറക്കുമതി ചെയ്തായിരുന്നു മുമ്പോട്ട് ജീവിച്ചിരുന്നെങ്കിൽ, ഇന്നിപ്പോ നമ്മളൊരു ഒന്നാം തരം കച്ചവടക്കാരായി മാറുകയാണ്. അതായത് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല, പക്ഷെ നമ്മൾ വിതരണക്കാരായി മാറുകയാണ്. അതായത് അവിടുന്ന് വാങ്ങുന്നു, ഇപ്പുറത്ത് കൊടുക്കുന്നു, നമ്മൾ പൈസ ഉണ്ടാക്കുകയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ മാർവാടിയുടെയോ ഗുജറാത്തീസിന്റെ ഒക്കെ ഒരു ബുദ്ധിവൈഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തില്ല, പകരം അവിടുന്ന് വരുന്നു, ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. ഇതാണ് ട്രംപിനെ നേരത്തെ ചൊടിപ്പിച്ച കാര്യം. അദ്ദേഹം പറഞ്ഞതാണ്, യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ സമ്പന്നരായത് ഇന്ത്യയാണ്. അതിൽ തന്നെ ചില കുടുംബങ്ങൾ വലിയ കോടീശ്വരന്മാരായി മാറുകയുണ്ടായി. അതായത് നമ്മുടെ ഈ അംബാനിയുടെ ഒക്കെ കുടുംബത്തെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇതാണ് ഒരു വലിയ വാർത്ത തന്നെയാണിത്. കാരണം ഈ എല്ലാവരും റഷ്യയുടെ എണ്ണ നിർത്തി, ഇപ്പൊ ഒരുപാട് റഷ്യൻ ആരാധകരുണ്ട് നമ്മുടെ ചാനൽ കാണുന്നതായിട്ട്. അപ്പൊ അവരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, നിരാശ വിഷയമായിട്ട് ഇങ്ങനെയൊക്കെ ആണോ, അവരിനി എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നിടത്ത് ഈ ക്രൂഡ് ഓയിലിനേക്കാൾ അപ്പുറത്തേക്ക് ഇന്ത്യ റഷ്യ ട്രേഡിങ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു 56% ഭക്ഷ്യ എണ്ണ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ
2021 നമ്മൾ കേവലം 10% മാത്രമായിരുന്നു. ക്രൂഡ് ഓയിലും അങ്ങനെ ആയിരുന്നല്ലോ. 2021 വേറെ 4% എന്നുള്ളിടത്തു നിന്നാണ് ഇപ്പോൾ 40, 37 ഒക്കെ ആയിട്ട് മാറുന്നത്. അങ്ങനെ ഉം, എല്ലാത്തിലും ഉം, ഉം. മാറുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവരുടെ ആയുധത്തിന്റെ ഏതാണ്ടൊക്കെ ഒരു ബഹുഭൂരിപക്ഷവും ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവരാനുള്ള തീരുമാനമാകുന്നു. ഒപ്പം തന്നെ ഈ പിന്നെ റയർ മെറ്റൽസിന് വേണ്ടിയിട്ടുള്ള ഖനനം നടത്താൻ ഇന്ത്യയിലെ 4 കമ്പനികൾ ഓൾറെഡി റഷ്യയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഉം, മുൻപുള്ള ഉം. ചർച്ചകൾ ഞാൻ ആ കമ്പനിയുടെ പേരുകൾ പറഞ്ഞതുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പോകുന്നു. അതായത് റഷ്യ കൈവിടുകയല്ല, ക്രൂഡ് ഓയിൽ കഴിഞ്ഞപ്പോൾ റഷ്യയെ അതിന്റെ 4 ഇരട്ടി ഇന്ത്യ സഹായിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വേണം പറയാനായിട്ട്.